Good evening everyone. Let me introduce myself. എൻ്റെ പേര് ഐഷ ഹനാൻ. ഞാനിവിടെ ക്രൈസ്റ്റ് കോളേജിൽ MSc ക്ലിനിക്കൽ സൈക്കോളജി പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാനിന്ന് എടുക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി എന്നുള്ളതാണ്. താങ്ക് യു സുബിൻ സാർ ആൻഡ് ശ്രീലക്ഷ്മി മാം ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. സോ നിങ്ങളെല്ലാവരും ഈ ഒരു ഓഫീസിൽ ഫസ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ട്രെയിനി ആയിട്ട് കയറിയപ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. ലൈക്ക് ഒരു ഫിയർ, ഒരു ആങ്സൈറ്റി. ലൈക്ക് എങ്ങനെയാണ് കുറേ പേര് കേട്ടിട്ടുണ്ടാവും ക്ലൈൻ്റായിട്ട് ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ കുറിച്ച് എപ്പോഴും നിങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു ആങ്ഷ്യസ് ഫീലിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കോള് വരുമ്പോൾ അത് എടുത്താൽ പറഞ്ഞത് തെറ്റിപ്പോവോ, അല്ലെങ്കിൽ എന്നിട്ട് പറയുക ഇംഗ്ലീഷിലാണോ, ലാംഗ്വേജ് മാറിപ്പോവോ, അങ്ങനെ പലതരം ആങ്ഷ്യസ് ആൻഡ് ആ ഒരു കൈൻഡ് ഓഫ് ഫിയർ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവണമെന്നുള്ളതും ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ളതും ലൈക്ക് ക്ലയൻറ്റുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളതും വിത്തിൻ വർക്ക് പ്ലേസിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പം ഈ സെഷനിൽ എടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ മെയിൻ കോമൺ ആയിട്ട് കാണുന്ന പ്രോബ്ലംസ് എന്താണ് വർക്ക് പ്ലേസിലുള്ളത്? എന്തായിരിക്കും? ആരെങ്കിലും പറയാൻ പറ്റുമോ? ലൈക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്രോബ്ലം എന്തായിരിക്കണം? ആരെങ്കിലും? ആരെങ്കിലും എന്തെങ്കിലും പേടി, ലൈക്ക് അങ്ങനെ സംസാരിക്കാനുള്ളൊരു പേടി. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ഏത് ഫീൽഡിൽ നോക്കിയാലും കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വലിയ കീ. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള വർക്കാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ അതും ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ അവിടെ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു സക്സസ് ഉണ്ടാവുള്ളൂ ഇവിടെ ഈ വർക്ക് പ്ലേസിൽ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണത് ഒരു ചെറിയൊരു സ്കില്ല്, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേണ്ട സ്കില്ല് മാത്രമല്ല, നമ്മൾ ഇനിയുള്ള ലൈഫിൽ നമ്മളൊരു പ്രൊഫഷണൽ ടൂളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് പക്കയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആസ് എ പേഴ്സൺ പല രീതിയിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി കോമൺ ആയിട്ട് കാണുന്ന നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിൽ പെടുന്നതാണ് ക്ലയൻറ്റുമായിട്ടുള്ള ഇഷ്യൂസ്. ലൈക്ക് എങ്ങനെ ഒരു കോള് വന്നാൽ എടുക്കണം, ലൈക്ക് കോള് വന്നാൽ ആ എടുക്കാൻ വരുന്ന ഒരു ലാഗ്. അപ്പോൾ ഈ ലാഗ് ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റിനും അതൊരു പ്രശ്നമാണ്. അത് ഇവിടുത്തെ ഒരു റെസ്പോൺസിബിലിറ്റിനെയും അത് ബാധിക്കുന്നുണ്ട്. റെസ്പോൺസിബിൾ ആണെന്നുള്ളത് ക്ലയൻറ്റിൻ്റെ സൈഡിൽ അവർക്ക് തോന്നും. അപ്പോൾ നമ്മൾ എത്രത്തോളം പേടിച്ച് നിൽക്കുന്നോ അത്രത്തോളം നമ്മുടെ ഈ ഫിയർ എന്ന് പറഞ്ഞ അത് സ്ട്രെങ്തൻ ആവുള്ളൂ. അതായത് നമ്മളെ ബ്രെയിനിൽ ദർ ഇസ് എ പാർട്ട് വിച്ച് കോൾഡ് അമിഗ്ഡാല എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഫിയറും ഇമോഷൻസ്, ലൈക്ക് ആ തരത്തിലുള്ള ഇമോഷൻസ് ലൈക്ക് ഫിയർ, പ്ലഷർ, ബാക്കിയുള്ള എല്ലാ ഇമോഷൻസും വർക്ക് ചെയ്യുന്ന മെയിൻ ഏരിയയാണ് ഈ അമിഗ്ഡാല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഈ കോൾ എടുക്കാണ്ട് നമ്മൾ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ആ ഒരു സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പേടി കൂടും. ഈ ചെറിയ കാര്യത്തിന് പേടി കൂടുമ്പോൾ നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസും എന്താണ്, അതൊരു ഇവൻതോ ചെറിയ കാര്യം പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഇങ്ങനെ ഡെവലപ്പായി വരും. എല്ലാ സിറ്റുവേഷനിലും ഇതേ സംഭവം തന്നെ റിപ്പീറ്റഡ് ആവും. അപ്പം നമ്മുടെ ബ്രെയിൻ അതേ രീതിയിലായിരിക്കും വയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ബ്രെയിൻ അതൊരു ത്രെറ്റ് പോലെ, അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആയിട്ടായിരിക്കും കാണാം. അപ്പോൾ ഇനി വരുന്ന എല്ലാ കാര്യങ്ങളും ബ്രെയിൻ വിചാരിക്കും ഇതൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ ഈ അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു പാർട്ടിൽ ഈ ഫിയർ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ആവും. പക്ഷെ അതേസമയം നമ്മൾ അതിനെ കുറച്ച് ലൈക്ക് ഒരു കോളല്ലേ വിളിച്ച് നോക്കാം, ലൈക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വളർന്ന് വന്നൊരു സാഹചര്യത്തിട്ട് ഇപ്പം നമ്മൾ പലരും CBSE ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ചിലർ സ്റ്റേറ്റ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, രണ്ടിലും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പം മര്യാദക്ക് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ ഏതൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മളെ കയ്യും കാലും വിറക്കും, കൈ തണുത്ത് തുടങ്ങും, എന്താ പറയണ്ടെന്ന് അറിയില്ല, ഭയങ്കര വേറെ എന്തെങ്കിലും സിസ്റ്റം പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ കാര്യങ്ങളായാലും ഇതൊരു ട്രെയിനിങ് ആയിട്ട് നമ്മൾ കാണണം. അതായത് നമ്മുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിക്കുന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമ്മളിൽ തന്നെ ഇങ്ങനെ കൊടുക്കുക, എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ കോൾ എന്നുള്ള രീതിക്ക് നമ്മൾ എടുത്തിട്ട് അത് ചോദിക്കാനുള്ള ആ ഒരു ധൈര്യം, അതാണ് ആക്ച്വലി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ കോൾ എടുത്ത് എന്താണെന്നുള്ളത് ചോദിക്കാനുള്ളൊരു ധൈര്യം അത് വന്നാൽ തന്നെ ലൈക്ക് നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെവൽ പാസ്സായി. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ റിലാക്സ്ഡ് ആകുമ്പോൾ
നമ്മുടെ ബ്രെയിനിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ ഏരിയ, വിച്ച് മീൻസ് നമ്മുടെ ബ്രെയിനിലെ ഈ തിങ്കിങ് പാർട്ടും ലോജിക്കൽ തിങ്കിങ്ങും ലൈക്ക് സ്ട്രോങ്ങസ്റ്റ് പാർട്ട് ഓഫ് എന്ന് പറയുന്നതാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ഈ തിങ്കിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെ നടക്കുന്ന മെയിൻ ഭാഗം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിന് പറയും കാമായിട്ടുണ്ട്, നമുക്ക് ഇനി ഈ ഫിയർ മാനേജ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യും. അപ്പോൾ ആ സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മളെ തന്നെ കാം ചെയ്യാൻ ശ്രമിക്കണം. ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, അല്ലെങ്കിൽ ലൈക്ക് ആ രീതിയിൽ. അതാണ് നമ്മുടെ മെയിൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. ബ്രീത്തിങ് ടെക്നിക്സ് ആണ്. ഒരു നല്ല ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്ത് വിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആവും. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേറ്റ് നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫിയറിൽ നിന്നും മാറാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ കോൾ എടുത്തതിന് ശേഷം നമ്മൾ നല്ല പ്ലെസൻ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സർവീസ് സെൻറ്ററിൽക്കോ എന്തെങ്കിലും വിളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ കോൾ എടുക്കുന്ന ആൾ ഭയങ്കര പ്ലെസൻ്റ് ആയിട്ട് ഹലോ ഗുഡ് മോർണിംഗ് മാം, ഐ എം സാംസങ് സർവീസ് സെൻറ്ററിൽ നിന്നാണ് വിളിക്കുന്നത്, വാട്ട് യു വോണ്ട് ടു ഡു, ലൈക്ക് അങ്ങനെ ഭയങ്കര രസത്തിലാണ് പ്ലെസൻ്റ്ലി ചോദിക്കുമ്പോൾ ക്ലയൻറ്റിന് എന്താണ് കുറച്ചും കൂടിയും ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ അവർ ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമ്മൾ മിറർ ന്യൂറോൺസ് എന്ന് പറയും. അതായത് നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഇമോഷൻ തന്നെ ക്ലയൻറ്റ് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ എപ്പോഴും പ്ലെസൻ്റായി നമ്മൾ നമുക്ക് വളരണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിന് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ കാണുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഐ സെഡ്, ആരും ജനിച്ചപ്പോൾ തന്നെ ഇന്നേറ്റായിട്ട് ആർക്കും ഒരു എബിലിറ്റി ഉണ്ടാവുന്നില്ല. ത്രൂ പ്രാക്ടീസസ് ആണ് നമുക്ക് ചെയ്യുന്നുണ്ടാവുക. ഓരോ സ്കിൽസും ഓരോ കഴിവുകളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവുക ത്രൂ പ്രാക്ടീസസ് ആണ്. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. ഒരു മെയിൽ അയക്കാൻ പറയുമ്പോൾ ആകെ കിടന്ന് പതറാണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ലൈക്ക് നമുക്ക് വലിയ ലീഡേഴ്സിൻ്റെ അടുത്തുനിന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, ഇസ് ഇറ്റ് റൈറ്റ് ആണോ, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ചോദിക്കുക. ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഒട്ടും നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യരുത് ഒരു സിറ്റുവേഷനിലും. എന്ത് സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് കടന്ന് പോകുന്നുണ്ട്. നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഐ സെഡ് അമിഗ്ഡാല സ്ട്രോങ് ആവുന്നു. ഈ ഒരു ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമോഷനിൽ നിന്ന് അവിടെ നമുക്ക് പുറത്ത് പോകാൻ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ കേസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആദ്യമായിട്ട് ഒരു കോൾ വന്നിട്ടുണ്ടാവും എപ്പോഴായിരിക്കും, ഒരു സ്കൂളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും കോളേജിൽ നിന്ന് ഒരു കോൾ വരും. ഹലോ മാം, ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്, വുഡ് യു ലൈക്ക് ടു ജോയിൻ ദിസ് കോളേജ് ടു ഈ ഒരു കോഴ്സ് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ആകെ പതറും. നമ്മൾ ഒറ്റയടിക്ക് നോ എന്ന് പറയും. പക്ഷേ അതേസമയം നമുക്ക് വേറെ രീതിയിൽ പറയാം, ആക്ച്വലി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് കോഴ്സ്, ഞാൻ നോക്കുന്നത് ഈ കോഴ്സാണെന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മളെന്താണ്, അതായിരിക്കും നമുക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ നിന്ന് ഒരു കോൾ, ഇംഗ്ലീഷ് കോൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ അതിനുശേഷം മേക്കപ്പ് ചെയ്യാൻ എടുത്ത് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പിന്നെ ഇംഗ്ലീഷ് എന്തൊരു പേടിയുള്ള സംഭവം പോലെ എന്നുള്ള രീതിക്ക് നമ്മൾ നീക്കി വെക്കും. പക്ഷെ അതേസമയം ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഏതൊരു ആൾക്കാരുടെ അടുത്തും ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് വേണം, ലാംഗ്വേജ് ആണ് മെയിൻ എലമെൻറ്റ് എവിടെ പോയാലും. അപ്പോൾ അതിനായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ മൂവി ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവുക ചിലർക്ക് കാണാൻ, ചിലർക്ക് പോഡ്കാസ്റ്റസ് ആയിരിക്കാം, ഇൻ്റർവ്യൂസ് കാണാൻ ഇഷ്ടമുള്ളവരായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ പ്രാക്ടീസസ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമുക്കെല്ലാവർക്കും ഒരു ബേസിക് ഇംഗ്ലീഷ് അറിയാം, ഒരു ബ്രേക്ക് ആണെന്ന് അറിയാം. പക്ഷെ എന്നാലും അതാണെങ്കിലും ആ കോൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വരുന്നൊരു പ്രശ്നമാണ് ക്ലയൻറ്റിൻ്റെ കോൾസ് നമ്മൾ ഭയങ്കര ലാഗ് ആവുന്നത് എടുക്കാൻ. ഇപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ലാഗ് വരുമ്പോൾ ക്ലയൻറ്റിന് എന്തുണ്ടാവുന്നു, സ്ട്രെസ് ഉണ്ടാവുന്നു. അവരുടെ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ ലെവൽ ഭയങ്കരമായിട്ട് ഹൈ ആവും. അപ്പോൾ കോൾ എടുത്ത വശം അവർ ഭയങ്കര അഗ്രസീവായിട്ടായിരിക്കും നമ്മളോട് ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പേഴ്സണലി നമ്മൾ ആ ഒരു ഇമോഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, അത് നമുക്ക് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ത്രൂ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇപ്പം പറഞ്ഞ പോലെ ഓരോ ടെക്നിക് ത്രൂ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വരുന്നൊരു സംഭവമാണ് ഈ ഒരു പേടി എന്ന് പറഞ്ഞ സാധനം. പേടി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു സംഭവമാണ്. അതായത് നമ്മുടെ ബ്രെയിൻ പണ്ട് വയർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ വൈൽഡ് അനിമൽസിൽ നിന്നും വന്നു കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചറായി കണ്ട് അവരൊരു പെട്ടെന്നൊരു റെസ്പോൺസ് ഇടും. അവിടെ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറാന്നുള്ളതായിരുന്നു പണ്ടത്തെ ഒരു ഇത്. പക്ഷേ ഇപ്പം മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സംസാരിക്കാൻ വരുമ്പോഴാണ് ഈ ഒരു പേടി, ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണം, അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എന്താ വയ്ക്കണം, അത് ആ ഒരു സംഭവം ഡീൽ ചെയ്യാനുള്ള ഒരു റെഡി ആണെന്നുള്ള രീതിക്കായിരിക്കണം നമ്മളെല്ലാവരും സിറ്റുവേഷനെയും കാണേണ്ടത്. പിന്നെ കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് വേണ്ട ഒരു സ്കില്ലുകൾ, കോർ സ്കിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഫസ്റ്റത്തേതാണ് ലിസണിങ്, ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്ന സംഭവം. അതായത് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വിളിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെടുത്ത് നമ്മൾ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക. അവരെന്താണോ പറയുന്നതെന്നുള്ളത് ഫുള്ള് കംപ്ലീറ്റ്ലി കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർക്ക് എന്താണ്, നമ്മളെ കേട്ടു എന്നുള്ളൊരു സംഭവമായി. എന്നിട്ട് നമ്മൾ പാരാഫ്രൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇഷ്യൂ, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് കുറച്ചും കൂടിയും ക്ലാരിറ്റി വരും. അല്ലെങ്കിൽ അവർക്ക് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു വർക്കർ ആണെന്നുള്ളൊരു ഇതുണ്ടാവും. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, നമ്മൾ റെസ്പോൺസിബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിക്കായിരിക്കും അവരുടെ ചിന്ത വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആക്കും അവരെ സൈഡിൽ. അത് അങ്ങനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പോൾ അവർ ഭയങ്കര അഗ്രസീവായിട്ടാണ് പെരുമാറണമെന്നുണ്ടെങ്കിൽ നമ്മളവരോട് ലൈക്ക് സാർ, അവരെ കുറച്ചുകൂടി റെസ്പെക്റ്റിൽ വിളിക്കാൻ ശ്രമിക്കുക. സാർ എന്ന് പറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ ആ പേര് മിസ്റ്റർ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എന്തോ അവർ വലിയ സംഭവമാണെന്നുള്ളൊരു സാധനം തോന്നും. പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ ഫോണിലൊക്കെ വിളിച്ചിട്ട് ഹലോ മാം എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവം. അപ്പം നമ്മൾ കുറച്ചും കൂടി ആ ഒരു ഫോമൽ രീതിയിലായിരിക്കും, അതായത് നല്ലൊരു രീതിയിലായിരിക്കും, പോസിറ്റീവ് രീതിയിലായിരിക്കും സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നെ പറയുന്നത് പിന്നെ ഈ അഗ്രഷൻ്റെ പ്രശ്നം, അതായത് ക്ലയൻറ്റ് ഭയങ്കരമായിട്ട് റൂഡായിട്ട് പറയാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് ഫുള്ളി കേട്ടതിന് ശേഷം, ഇപ്പോൾ ചിലപ്പോൾ അവർ ഡാറ്റാസ് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു കാര്യം ഫയൽ ചെയ്യാം, എൻ്റെ GST ഫയൽ ചെയ്ത് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇറ്റ്സ് ബിക്കോസ് ചിലപ്പോൾ ക്ലയൻറ്റ് പക്ക ഡാറ്റാസ് അല്ലെങ്കിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ അത് അവരുടെ മേത്തേക്ക് ഇടാണ്ട് രണ്ട് രീതിയിലും ഓക്കെ ഇതാണല്ലേ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ എന്നുള്ളത് അങ്ങനെയായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്തായാലും ഇപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ആ ഒരു നെഗറ്റീവ് സാധനം പറയരുത്. ഇവിടെയാണ് സ്റ്റേറ്റ് നിൽക്കുന്നത്, പിന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അതായത് അവർക്ക് വേറൊരു വഴിയും കൂടി ഉണ്ടെന്നുള്ള രീതിക്ക് അവരുടെ മനസ്സിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു അഗ്രഷൻ കുറച്ച് കുറയ്ക്കാൻ പറ്റും അവരുടെ സൈഡിലുള്ളത്. പിന്നെ നമ്മൾ കുറേ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ കോർട്ടിസോൾ ലെവൽ ഭയങ്കരമായിട്ട് ഹൈ ആകുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സാധനം ബ്ലോക്ക് ആവും. അതായത് ലോജിക്കലി ചിന്തിക്കാൻ നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ആവില്ലേ ചില സ്റ്റേറ്റിൽ. അതെന്തുകൊണ്ടാണ്, ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറി ഒരു സാധനം പ്രസൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ മറ്റടിക്ക് ബ്ലാങ്ക് ആവും. പെട്ടെന്നൊരു പാട്ട് പാടാൻ പറയുമ്പോൾ എന്തായി, പാട്ട് പിന്നെ മനസ്സിലൊന്നുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നു, ഈ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ എന്തൊക്കെ ചിന്തകൾ തന്നെ വർക്ക് ചെയ്യാത്ത പോലെ ആവും. അത് ഈ ഒരു സ്ട്രെസ്സ് കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്ട്രെസ്സ് നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ടെക്നിക്സ് ത്രൂ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഓരോ സിറ്റുവേഷൻസ്. മാക്സിമം നമുക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പറയുന്ന ഒരു സ്കില്ലെന്ന് പറയണത് ഈ സെൽഫ് ടോക്ക് പോലത്തെ കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വിളിച്ചു, നമ്മൾ ഒന്നും പറയാൻ പറ്റിയില്ല സിറ്റുവേഷൻ, പക്ഷേ നമ്മൾ ആ കോൾ എടുത്ത് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു, പക്ഷെ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളിങ്ങനെ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, അല്ലെങ്കിൽ വേറെ ഒരു ഗ്രൂപ്പിൽ വന്നിരുന്നിട്ട് ഞാൻ ഭയങ്കര ബാഡാണ്, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല കമ്മ്യൂണിക്കേഷൻ, ഇനി കോൾ വരുമ്പോൾ നീ എടുത്തോ എന്നുള്ള രീതിക്ക് നമ്മളോട് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതുപോലെ ആയിരിക്കും വയർ ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഒട്ടും ഫിക്സ്ഡ് അല്ല. ബ്രെയിനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ പല രീതിക്ക് മാറ്റിയെടുക്കാം. നമ്മൾ എത്രത്തോളം നെഗറ്റീവ് ചിന്തിക്കുന്നോ അത്രത്തോളം നമ്മുടെ ബ്രെയിൻ വയർ ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായി, അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ബ്രെയിൻ ആ എല്ലാ എപ്പിസോഡ്സും, അതായത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഈ എല്ലാ നെഗറ്റീവ് എപ്പിസോഡ്സും ബ്രെയിനിക്ക് കൊണ്ടുവരും. അപ്പോൾ എന്തായി, എനിക്ക് ലൈക്ക് ഹെൻസ് പ്രൂവ്ഡ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം കൊണ്ടുവരും. പക്ഷെ അതേസമയം ഞാനിങ്ങനെ ആലോചിക്കുക ഈവൻ ദോ ആ സ്റ്റേജിൽ ഞാൻ 2 വാക്ക് സംസാരിച്ചു, അല്ലെങ്കിൽ ഐ ക്യാൻ ഇമ്പ്രൂവ് ഇറ്റ് എന്നുള്ള ഒരു തോട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ വയർ ചെയ്യും. നമ്മളെന്താണോ ചിന്തിക്കുന്നത്, നമ്മളെന്താണോ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത്, നമ്മൾ സെൽഫ് ടോക്ക് എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മളാവുള്ളൂ. അപ്പോൾ സെൽഫ് ടോക്കിലായാലും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴായാലും നമ്മളെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് റീഫ്രെയിം ചെയ്ത് സംസാരിക്കുക. ഇപ്പോൾ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള രീതി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഞാൻ എത്ര ചെയ്തു, ഐ ക്യാൻ ഇമ്പ്രൂവ്, നെക്സ്റ്റ് ടൈം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ള ചിന്തകളായിരിക്കണം എല്ലാത്തിലും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നാൽ നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് ഫേസിൽ തന്നെ നമ്മൾ തന്നെ നിന്ന് പോകും. പിന്നെ പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ ടെക്നിക്സുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ ആസ് എ സൈക്കോളജി സ്റ്റുഡൻറ്റ് നമ്മൾ ആദ്യം പറയണതാണ് ലൈക്ക് മെഡിക്കേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സൊക്കെ. ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ
ബ്രീത്തിങ് ടെക്നിക്സ് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ബോക്സ് ബ്രീത്തിങ് എന്നുള്ളൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് ഒരു ബോക്സ് പോലെ കൺസിഡർ ചെയ്യുക. നമ്മൾ ആദ്യം നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, 4 കൗണ്ട്സ് പിടിച്ചിരിക്കുക, ഹോൾഡ് ചെയ്യുക, പിന്നെ അത് ഹോൾഡ് ചെയ്തിട്ട് 4 കൗണ്ട്സിൽ ബ്രീത്ത് എടുക്കുക, പിന്നെ 4 കൗണ്ട്സിൽ ഹോൾഡ് ചെയ്യുക, പിന്നെ 4 കൗണ്ട്സിൽ എക്സ്ഹെയിൽ ചെയ്യുക, പിന്നെ 4 കൗണ്ട്സിൽ അടുത്ത് എടുക്കാണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, അതായത് ഈ ഒരു ഫംഗ്ഷൻ, അതായത് എല്ലാം പക്കാ ഫംഗ്ഷൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് അത്. റെസ്റ്റിംഗ് ആൻഡ് ഡൈജസ്റ്റിംഗ് സിസ്റ്റം, അതായത് ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇഷ്യൂസ് ഉണ്ടാവും, ഒരു ഉരുളിച്ച അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റമാണ് ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് കാം ഡൗൺ ആവാം ടെൻഷൻ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഈ സ്ട്രെസ്സും കുറയും, ബാക്കിയുള്ള എല്ലാം പക്കാ ഫങ്ഷനിങ് ആയിരിക്കും. നമ്മുടെ ബ്രെയിനും അതിൽ ഈ കോഗ്നിറ്റീവ് പ്രോസസ്സ് ചിന്തിക്കാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ പക്കായിട്ട് നടന്നു പോകും. പിന്നെ പറയുന്ന ടെക്നിക്കാണ് ഈ സെൽഫ് ടോക്ക് തന്നെ. സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുക, അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങൾ കൊണ്ടുവരിക. പിന്നെ ഇങ്ങനത്തെ എക്സ്പോഷേഴ്സ്, അതായത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഇവൺതോ നമുക്കറിയാം നമുക്ക് നല്ല പേടിയാണ്, പക്ഷേ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ വേറൊരു പ്രശ്നമാണ് വർക്ക് പ്ലേസിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, ഇൻ ബിറ്റ്വീൻ വർക്കേഴ്സ് തമ്മിൽ എന്തെങ്കിലും സംസാരം പ്രശ്നങ്ങൾ. അപ്പോൾ അത് പറയുകയാണെങ്കിൽ മിക്ക സ്റ്റഡീസിലും പറയുകയാണെങ്കിൽ 75% ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. പുവർ കമ്മ്യൂണിക്കേഷൻ, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ കാരണമായിട്ട് ആണ് മിക്ക വർക്ക് പ്ലേസിലും ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ചിലപ്പോൾ രണ്ടുപേരുടെ സിറ്റുവേഷൻ പലവർക്ക് പല പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും. അപ്പോൾ രണ്ടുപേരുടെയും ആ ഒരു സ്റ്റോറിക്ക് അപ്പുറം ഇപ്പുറം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൂടുതലുണ്ടാവാം. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് ഈ ഒരു ഓഫീസ് വളർന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പക്കയായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഒരു സാറ് പറഞ്ഞ പോലെ ഒരു ചെയിൻ പോലെയാണ്. ഇതിൽ ഒരാൾ കേടായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ചേച്ചിക്ക് അങ്ങനെ ഇപ്പുറത്തെ ആൾ നല്ലതല്ല എന്ന് ഫീൽ ചെയ്യുമ്പോൾ അത് സംസാരിക്കാം. നെഗറ്റീവായിട്ടല്ല, ആൾ ഇമ്പ്രൂവ് ആക്കണം എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ആ പറഞ്ഞത് ശരിയായില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത് പറയരുത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ക്ലയൻറ്റ് ഇഷ്യൂ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ ഇപ്പുറത്തെ ആൾക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ലീഡറിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ ആ 2 വർക്കേഴ്സും ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിലും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ ഡീൽ ചെയ്യണം. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും പ്രശ്നം. അതിൻ്റെ പ്രശ്നം ഇങ്ങനെ എത്രത്തോളം ദിവസം നീണ്ടു പോകുന്നു അത്രത്തോളം അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നൊരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ. പിന്നെ പറയുന്നത് പിന്നെ മെയിനായിട്ട് ഈ ഒരു സംഭവം തന്നെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മാക്സിമം നമ്മുടെ ഈ ക്ലയൻറ്റ് കോൾസൊക്കെ വരുമ്പോൾ ലാഗ് ആക്കാണ്ടിരിക്കുമ്പോൾ ലാഗ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റീനെയും ഭയങ്കര ഇറസ്പോൺസിബിളായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലേ, ഇറസ്പോൺസിബിളായിട്ട് അവർക്ക് തോന്നും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ നമ്മൾ മെയിൻലി ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നിക്സും കാര്യങ്ങളും ബ്രെയിൻ വയറിങ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ് എ ഓഫീസിലും നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കാം, നിങ്ങൾ CA പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പഠിപ്പിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലെ ഫെയിലായി എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല, നമ്മളെക്കൊണ്ട് പറ്റും. നമ്മുടെ ഇതേപോലെ ബ്രെയിനെ നമ്മളിങ്ങനെ പഠിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിലാണ് പഠിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ബെഡ്റൂം എന്നുള്ള ബെഡ്റൂം ഇരിക്കാതിരിക്കുക, ബെഡ്റൂം നോക്കാണ്ടിരിക്കുക. ഒരു സ്റ്റഡി ടേബിൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റഡി ടേബിളും ഇരിക്കുക. അപ്പോൾ ബ്രെയിനിന് മനസ്സിലാവും ടേബിളും ഇരുന്നിട്ടുണ്ട്, പഠിക്കാനുള്ളൊരു ഇതിനാണ് ഇരിക്കണേ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ബ്രെയിന് ആ ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനുള്ളൊരു രീതിക്കായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഇതന്നെ പോസിറ്റീവായിട്ടുള്ള ടോക്ക്, അതായത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല. മറ്റേ വലിയ മോട്ടിവേഷൻ ക്ലാസ് പറഞ്ഞാൽ യു ക്യാൻ ആ സാധനമല്ല, സ്വന്തത്തിന് വേണ്ടിയിട്ട്. അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തം ആസ് എ പേഴ്സണായിട്ട് വളരാൻ പറ്റിയ കാര്യങ്ങൾ, വളരാൻ വേണ്ട കാര്യങ്ങളാണ്. ഇനിയുള്ള എല്ലാ ലൈഫ് സിറ്റുവേഷൻസിലും നമുക്ക് കൊണ്ടുപോകണം. ഇപ്പം നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളായാലും ഈ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളായാലും ഇത് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇപ്പോൾ ഒരു ക്ലയൻറ്റായിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒരു എക്സ്ട്രാ പോലെയല്ല, അത് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമായിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും.
പിന്നെ പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പഠിപ്പ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് കുറേ പെൻഡിങ് വർക്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ വർക്ക് കുറച്ചെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗ് വരില്ല. അതായത് നമ്മുടെ ബ്രെയിൻ അതുപോലെയാണ് വർക്ക് ചെയ്യണത്. എപ്പോഴും ഒരു കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി അല്ലെങ്കിൽ എപ്പോഴും ഒരു കാര്യം ചെയ്ത് തീർക്കാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ ബ്രെയിൻ വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം തുടങ്ങി വെക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം തുടങ്ങി വെക്കാം. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു വേർഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വേർഡ് ഓപ്പൺ ചെയ്ത് ആ ഫയലിലൊരു പേരെങ്കിലും ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും എന്നാണ് പറയണത്. പിന്നെ എന്ത് കാര്യങ്ങളും ഇപ്പം നിങ്ങളൊരു കാര്യം പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മറക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മളൊരു തിയറി പഠിക്കുന്നുണ്ട്, അതായത് ഫോർഗോട്ടിങ് കർവ് എന്ന് പറഞ്ഞു വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 24 മണിക്കൂറിനുള്ളിൽ അത് മറന്നു പോകും. ആ ഗ്രാഫ് ഇങ്ങനെ താഴ്ന്നു പോകുമെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലോട്ട് അത് പോകും. അങ്ങനെ പോകും. അപ്പോൾ അതൊക്കെയാണ് ലൈക്ക് ഇത് പറയണത്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലും ഇടാൻ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവങ്ങൾ ഈ വർക്ക് സ്പേസിൽ മാത്രമല്ല എല്ലാ സിറ്റുവേഷനിലും ഉണ്ടാവേണ്ട സംഭവമാണ്. അപ്പോൾ ത്രൂ പ്രാക്ടീസ് ചെയ്തിട്ടും വേണമെന്നുള്ള രീതിക്കും നിങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുക. പറ്റും, നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ അടിപൊളിയാക്കി എടുക്കണം. എന്നാലാണ് നമ്മൾ നിൽക്കുന്ന ആ ഒരു എൻവിറോൺമെൻറ്റിൽ നല്ല രീതിക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യാനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡിലുള്ള പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ കിട്ടാത്ത അറ്റൻഷൻ കാരണം ആ കുട്ടി സൈലൻ്റായി പോയോണ്ടായിരിക്കാം ഒരു വർക്ക് പ്ലേസിൽ വരുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിന്നായിരിക്കാം. അപ്പോൾ നിങ്ങളിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരെന്ത് ചെയ്യണം, ആ കുട്ടീനെ അപ്രോച്ച് ചെയ്തിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ സ്കിൽസ് പറഞ്ഞത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അധികം സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ബ്രീത്തിങ് ടെക്നിക്സോ അല്ലെങ്കിൽ ത്രൂ പ്രാക്ടീസസ് നമുക്ക് ഇത് കുറച്ചെടുക്കാൻ പറ്റും. അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഗൈസ്. എനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും? ലൈക്ക് എടുക്കുമ്പോൾ 4 കൗണ്ട്സ്, ലൈക്ക് ഇങ്ങനെ ഇൻഹെയിൽ ചെയ്ത് ലൈക്ക് 1 2 3 4 ഇൻഹെയിൽ ചെയ്തു. ഇനി നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കുക 4 കൗണ്ട്സിൽ. പിന്നെ അത് എക്സ്ഹെയിൽ ചെയ്യുക 4 കൗണ്ട്സിൽ. പിന്നെ അടുത്ത ബ്രീത്ത് എടുക്കാനുള്ള ഹോൾഡ് വെക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ നെർവസ് സിസ്റ്റമൊക്കെ അതേ രീതിയിൽ ഇങ്ങനെ റിലാക്സ് ആവാൻ ശ്രമിക്കും. ഇത് നമുക്ക് സ്ട്രെസ് ഒന്ന് ഇപ്പം ചിലപ്പോൾ ഒരു ഡീപ് ബ്രീത്ത് എടുക്കുമ്പോൾ നമുക്കൊരു സമാധാനം തോന്നില്ല. അപ്പോൾ അതുപോലെ നമുക്ക് ആ സ്ട്രെസ് റിലീവ് ചെയ്യണ വരെ നമുക്കൊരു ചെയ്യാം. ഒരു 3 to 4 ടൈംസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെറ്റാവും. അപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും ഈ ഒരു ടെക്നിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നുണ്ട്. അതായത് ഈ ഇപ്പോൾ റിസർച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 വീക്കോളം നമ്മൾ ചെയ്തിട്ട് ആൾക്ക് നമ്മുടെ ബ്രെയിൻ ഇമേജിങ് സ്കാൻ എടുക്കുമല്ലോ, അതിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടായിന്നാണ് പറയുന്നത്. അതായത് അയാൾ കുറച്ചും കൂടിയും കാമായി. അയാൾ ഭയങ്കര റൂഡായിട്ടുള്ള ആളായിരുന്നു. അതായത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് സ്ട്രെസ്സ് കൂടിയിട്ട് ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനുള്ള ഒരാൾ ജസ്റ്റ് ബൈ മെഡിറ്റേഷൻ, അതായത് ഈ ബ്രീത്തിങ് ടെക്നിക്സും കാര്യങ്ങളും ആയിട്ട് ആൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത്. ബ്രെയിൻ ഇമേജസിൽ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നു എന്നാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒന്നും കൗണ്ട് ചെയ്യണ്ട. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? കമ്മ്യൂണിക്കേഷന് ഇപ്പോൾ എഫേർട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് റെസ്പോൺസ് ഉണ്ടായി നിൽക്കും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ എഫക്റ്റ് ചെയ്യും. പിന്നീട് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ തന്നെ തോന്നില്ല. അതെങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യുക? അത് ഇങ്ങനെ തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. എന്തായാലും ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വിളിച്ച് സംസാരിക്കുമ്പോൾ അതൊരിക്കലും
ചേട്ടനായിരിക്കില്ല ചീത്ത പറയണത്, ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വർക്കിനായിട്ടായിരിക്കണം അങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യുക. ഒരിക്കലും ഇപ്പോൾ ഒരു കോളിൽ ചേട്ടൻ്റെ മുഖത്ത് നോക്കിയിട്ടല്ലല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കാം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് എന്നോടല്ല സംസാരിക്കുന്നത്, ആ ഒരു സിറ്റുവേഷനോട്. അപ്പോൾ എനിക്കിത് വർക്ക് ചെയ്ത് മാറ്റാൻ പറ്റുന്നത് ലൈക്ക് ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ, ഇമ്പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ മൈൻഡിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്ത് ഓരോരോ കിട്ടുന്ന കോളുകൾ ഒരു ട്രെയിനിങ് ആയിട്ട് കാണാം. പിന്നെ ഇത് ലൈക്ക് ഒരു മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും എന്നുള്ളത്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് പോകണം. ഇനി ആരും കേൾക്കുന്നുണ്ടോ? ഇവിടെ സംഭവിക്കുന്ന വേറൊരു കാര്യം, ഒരു ക്ലയന്റ് വിളിക്കുന്നു, ആള് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ആളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മ്യൂട്ട് ചെയ്യരുത്. നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ മൊത്തം ഇരുന്ന് കേൾക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഉമ്മമാരൊക്കെ ആയിട്ട് തല്ലുപിടിക്കുമല്ലോ നമ്മൾ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാത്തൊരു കാര്യം, അതായത് നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു മിസ്സിങ് വരുമ്പോഴേക്കും ഉമ്മമാരെന്താണ് അന്ന് ചെയ്യാത്ത കാര്യങ്ങൾ മുതലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ ആൾക്ക് കുറേ പറയുമ്പോൾ ആളുടെ എനർജി ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പം അതുപോലെ അതായത് നമ്മൾ ഇങ്ങനെ അതിനവർക്ക് സമയം കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക അവരങ്ങനെയാണെന്നുള്ളത്. അതായത് ഒരു വർക്ക് പ്ലേസിൽ ഇത് മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതിങ്ങനെ പറയും, നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ മനസ്സിൽ നമ്മളെ കേൾക്കണമുണ്ട്, ആൾക്ക് ഉള്ള എഗ്രഷൻ മൊത്തം നമ്മൾക്ക് ഇടാനും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് പറയണം നമ്മൾ എന്താ കുറച്ചുകൂടി എംപത്തറ്റിക്കലിയിലേക്ക് സാറിൻ്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പം എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാവോ, ഇന്നതാണല്ലേ പ്രശ്നം എന്നുള്ളത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൈക്ക് ഇതിന് വേറെ വഴികളുണ്ടെന്നുള്ള രീതിക്ക് പറയാം. ഇനി ഒരു വഴി ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതവർക്ക് കുറച്ചും കൂടി പിന്നെ നമ്മൾ ഈ പറയുന്നതിനിടയ്ക്ക് ലൈക്ക് കാം ഡൗൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി അഗ്രഷൻ കൂടുള്ളൂ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഉമ്മമാരെ കഥ പറഞ്ഞപ്പോൾ പറയല്ലോ, ഉമ്മൊന്നും മിണ്ടാണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഇത് കൂടും. അപ്പം നമ്മൾ അങ്ങനത്തെ ചെറിയ വാക്കുകൾ പറയാതിരിക്കുക, ഫുള്ളി അവർക്ക് സമയം കൊടുക്കുക, ലെറ്റ് ദം എന്നുള്ള രീതിക്ക് കൊടുത്തിട്ട് പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പാരഫ്രൈസ് ചെയ്ത് കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താണ് ഇനി നെക്സ്റ്റ് എന്നുള്ളത് സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുക്കുക എന്നതൊക്കെയാണുള്ളത്. ഇനി നിങ്ങളുടെ ക്ലൈൻ്റ് ആയിട്ട് എനിക്കറിയില്ല. എടുക്കരുത്. അത് നമ്മൾ എടുക്കാതിരിക്കാൻ പഠിക്കണം. അതും ഇതുപോലെ തന്നെ എല്ലാ കൊല്ലങ്ങളിലും ചിലര് വിളിച്ചിട്ടാണ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും പിള്ളേരെടുത്ത്. അപ്പൊ ഇവര് ഇതിങ്ങനെ ഭയങ്കര ഫയർ ചെയ്ത് ചിലപ്പോ ഞാൻ പോയിരുന്നത് ഓട്ടേന്ന് പറയുന്ന സമയത്തായിരിക്കും കരഞ്ഞ് ഭയങ്കര ബഹളമായി. പക്ഷെ ആ കരച്ചിലോടെ ഉണ്ടല്ലോ, പിന്നെ അടുത്തുള്ള ആര് വിളിച്ചാലും ഇവർക്ക് മനസ്സിലാവും കുറെ ചീത്ത പറഞ്ഞു അതവർ അക്സെപ്റ്റ് ചെയ്തു ആ സംഭവം. മ്യൂട്ട് ചെയ്യും, ഫോണിങ്ങനെ വയ്ക്കും. എടുക്കാതിരിക്കാന്നുള്ളതാണ്. എപ്പോഴും നമ്മളൊരാള് എന്തെങ്കിലും പറയുമ്പോ നമുക്കറിയില്ല ആളുടെ അവസ്ഥ എന്താണ്. ഞാൻ പലപ്പോഴും ഇത് ചെയ്തിട്ടില്ല. ചിലപ്പോ നമ്മൾ ഒരാളുടെ അടുത്ത് എന്നൊരു കാര്യം നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞായിരിക്കും, ആള് വേറെ കുറെ പ്രഷർ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും, ആൾ അത് മുഴുവൻ നമ്മുടെ മേത്ത് കൊണ്ടുവയ്ക്കും. മനസ്സിലാക്കാം ടെൻഷൻ ഉണ്ട്, നമ്മളതിനെ കേൾക്കേണ്ട ആവശ്യമില്ല. ആള് പറയുന്നിപ്പോ നമുക്ക് ആളുടെ അടുത്ത് ഇറങ്ങി പോകണം, പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് എന്താന്ന് വെച്ചാൽ പറഞ്ഞു വിടാനല്ലേ പറ്റുള്ളൂ. നമ്മളത് പേഴ്സണലി എടുക്കാതിരിക്കാം. അത് നമ്മളെന്തിനാ ഞാൻ എപ്പോഴും ആലോചിക്കും, ഒരാൾ വഴക്ക് പറഞ്ഞ് നടക്കുമ്പോ ആ വഴക്ക് ഞാൻ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? സത്യത്തില്ലേ? അങ്ങനെ അതും ഇതുപോലെ തന്നെ സിറ്റുവേഷൻ വൈസ് അങ്ങനെ നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആയി ശരിയാവും. ഇത് നിങ്ങൊരു ട്രെയിനിങ് ആയിട്ട് കാണാം. രണ്ട് തരത്തിലുണ്ട്. ചിലപ്പോ നമ്മൾ ശരിക്കും കേൾക്കേണ്ടതായിരിക്കും. കേൾക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മ കേൾക്കണം, കേൾക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടതുള്ളൂ. ലാസ്റ്റ് സോറി പറഞ്ഞ് അവസാനിപ്പിക്കും.
കേൾക്കേണ്ടത് കേൾക്കണം കേട്ടോ. അത് നമ്മുടെ ഫോൾട്ട് കാരണമാണല്ലോ. അല്ലാത്തതാണ് ഇങ്ങനെ നമ്മളതിന് സമയം കൊടുക്കുക. അതിപ്പോൾ ഈ ഞങ്ങൾക്ക് പഠിക്കാനാണെങ്കിലും അവരിങ്ങനെ ബേസ്റ്റ് ഔട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അതിനിങ്ങനെ സമയം നമ്മൾ കൊടുക്കുക. എന്നിട്ട് അപ്പോൾ അവർക്ക് ഒരു സമാധാനം, കുറേ പറഞ്ഞല്ലോ, അപ്പോൾ അവർ എനർജി ലോസ് ആവും. അപ്പോൾ അവരിങ്ങനെ പയ്യെ കാമായിക്കോളും. അവരാ ഒരു സ്ട്രെസ് ലെവലിങ്ങനെ കുറഞ്ഞു വന്നോളൂ. അതാണ് അതിൻ്റെ ഒരു സയൻസ്. ഇപ്പോൾ കുറേ വാക്കുകൾ അറിയണമെന്നില്ല, ആ പറയുന്നതിലൊരു രസം കൊണ്ടുവരുന്നാൽ മതി. ഇപ്പോൾ ലൈക്ക് വാട്ട് ഇസ് യുവർ നെയിം എന്ന് ചോദിക്കുക, വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുക, അതിനൊന്നും ഇങ്ങനെ ഭംഗിയാക്കുക. അപ്പം തന്നെ കുറേയൊക്കെ ഇങ്ങനെ താനെ വാക്കുകൾ വരും. പിന്നെ ഇപ്പോൾ ഈ 2 പേര് തമ്മിലുള്ള കോൺവെർസേഷൻ, ഇപ്പോൾ ഇൻ്റർവ്യൂ കേൾക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അപ്പം നമുക്ക് ഇതിനെന്താണ് ഉത്തരം പറയണ്ടേന്നുള്ളത് നമുക്ക് ആ ഒരു ഇപ്പോൾ തുടക്കത്തിൽ ഇതിൽ വല്ല ബേസിക്കലിയോ ആക്ച്വലിയോ അങ്ങനത്തെ വാക്കുകൾ കേട്ടില്ലേ. അപ്പം എന്ന് വെച്ചാൽ ആ ഒരു വാക്കിനൊരു കംപ്ലീറ്റ്നെസ് വന്ന പോലെ ആ എല്ലാ വാക്കിനൊരു രസം, ഒരു ഭംഗി, ഒരു ടോണ് കൊണ്ടുവരുത്തിയാൽ തന്നെ സെറ്റാകും. അപ്പം നമുക്കൊരു ഇനി വാക്കുകൾ പഠിക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്തിട്ട് നമുക്ക് കയറ്റണ്ടേന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനത്തെ പഠിക്കാനുള്ള ഇൻ്റർവ്യൂസൊക്കെ കാണുന്നത് കുറച്ചുകൂടി നല്ലതാണ്. കുറേ വാക്കുകൾ നമുക്ക് അറിയണമെന്നില്ല, അല്ലെങ്കിൽ പക്കാ ഗ്രാമർ ആവണമെന്നില്ല. ഇങ്ങനെ ഒരു ഫ്ലുവൻസി ഉണ്ടായാൽ തന്നെ സെറ്റാകും.